ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. എടാ സുധീഷേ, ആ ഹിന്ദിക്കാരി പെണ്ണില്ല, അവിടെ വീട് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വാ. ചിലപ്പോൾ അവളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലോ. ആരുടെ കാര്യമാ പറയുന്നേ? അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അഭിനാഷ് ഇല്ലയോ, അവൻ്റെ പെങ്ങളില്ലയോ, ഒരു കോല് പോലെ നീളമുള്ള പെണ്ണ്. ആ ചാന്ദിനി എന്നാന്ന് തോന്നുന്നു പേര്. എന്താ പറയുന്നതെന്ന് അറിയാമോ? ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമോ? സുഭാഷ് ചേട്ടൻ അങ്ങനെ ചെയ്യുമോ? എടാ മനുഷ്യന്മാരെ എപ്പോഴാ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഇത്രയും നേരത്തെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറഞ്ഞത്. എടാ നീ അവൻ്റെ വീട് വരെ ഒന്ന് പോയി അന്വേഷിക്കുക. സുഭാഷ് ചേട്ടൻ കത്തെഴുതി വെച്ചത് അച്ഛനും കണ്ടയല്ലേ? അതിൻ്റെ കാരണം എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സ് തകർന്നു പോയ ആളിനെ ഇങ്ങനെ പറയല്ലേ. നിന്റെ ചേട്ടൻ എന്ത് കാരണത്തിലാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും അവൻ ഇവിടുന്ന് പാതിരാത്രി ഇറങ്ങിപ്പോയത്? അവന് താമസിക്കാനും തങ്ങാനും ഒരു ഇടവൊക്കെ വേണ്ടായോ? അല്ലാതെ ഇവിടുന്ന് തമ്പാനൂർ ഇറങ്ങി ട്രെയിനിൽ കയറി ലക്ഷ്യമില്ലാതെ പോകുന്ന ആളല്ല സുഭാഷ്. ആ പെണ്ണാണെങ്കിൽ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, അവനോട് ചിരിച്ചു സംസാരിക്കാറുമുണ്ട്. അവനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സംശയം വന്നത്. മതി മതി, സുഭാഷ് ചേട്ടൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. എടാ നിനക്കത് തോന്നും. ഒരു വിഷയത്തെ നമ്മൾ പല ആംഗിളിൽ നിന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളുടെ ആംഗിളാണ്. ഒരു ദിവസം ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് സുഭാഷ് ചേട്ടൻ ഇറങ്ങി അങ്ങ് പോവുകയൊന്നുമില്ല. തൽക്കാലം അച്ഛനൊന്നും മിണ്ടാതിരി, എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. ഓ ആയിക്കോട്ടെ, എന്നാലും ഞാൻ പറഞ്ഞ വഴിയൊന്ന് അന്വേഷിക്കാൻ മടിക്കണ്ട. സുധീഷ് രാവിലെ അഭിനാഷിനെ കണ്ട കാര്യം ഓർക്കുന്നു. സുഭാഷ് ചേട്ടൻ ഇനി അവൻ്റെ വീട്ടിൽ പോയി കാണുമോ? രാവിലെ അവനെ കണ്ടപ്പോൾ സുഭാഷ് ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവ സാധാരണ രീതിയിലല്ലേ സംസാരിച്ചത്? അപ്പോൾ അതിനർത്ഥം സുഭാഷ് ചേട്ടൻ എവിടെ ഉണ്ടെന്ന് അവൻ അറിയായിരിക്കുമല്ലോ. ഇങ്ങാര് പറഞ്ഞതുപോലെ ഒന്നും നടന്നിട്ടില്ലെങ്കിലോ? തൽക്കാലം സുഭാഷ് ചേട്ടൻ മാറി നിന്നത് അവിടേക്കാണെങ്കിലോ? സുധീഷ് ബൈക്ക് എടുത്ത് പോകുന്നു. സുധീഷ് എവിടെ പോവാണ്? പോയിട്ട് വരട്ടെ മോളെ. തലേ വെളിച്ചം കയറുമ്പോൾ ആശം വളരെ പെട്ടെന്നായിരിക്കും. ചേട്ടാ ഇവിടെങ്ങാണ് അഭിനാഷ് എന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടല്ലോ. ചേട്ടാ ഈ ഭാഗത്ത് അഭിനാഷ് എന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്നുണ്ടോ? ഈ കെട്ടിടം പണിക്കൊക്കെ പോകുന്നത് ബംഗാളിയാണോ? അതെ ബംഗാളിയാ. നേരെ പോയിട്ട് ഇടതുവശത്ത് കാണുന്ന വീടാ. താങ്ക് യു ഏട്ടാ. സുധീഷ് എന്ന് ബെല്ലടിക്കുന്നു. അഭിനാഷ് എന്ന് വാതിൽ തുറക്കുന്നു. ബൈ സുഭാഷ് ചേട്ടൻ. അപ്പോഴത്തേന് സുഭാഷ് ചേട്ടൻ്റെ സൗണ്ട് അകത്തുനിന്ന് കേൾക്കുന്നു സുധീഷ് അകത്തേക്ക് ചാടി കയറുന്നു. ഫുഡ് കൊടുക്കുന്നു. വേണ്ട, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, സുഭാഷ് ചേട്ടൻ പറയുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ പിള്ളേരെ ഓർമ്മ വരും. ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാതെ അവരൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് അവരെന്ത് ചെയ്യുമായിരിക്കുമോ? മിക്കവാറും എന്നെ തേടി നടക്കുമായിരിക്കും. സാരമില്ല, പതുക്കെ പതുക്കെ ഞാനില്ലാന്ന് അവർ മനസ്സിലാക്കിക്കോളൂ. പതുക്കെ പതുക്കെ അവർ ജീവിതത്തിനോട് പൊരുത്തപ്പെടും. അവരുടെ ജീവിതത്തിൽ ശാപമായിട്ട് ഞാൻ ഇനി വേണ്ട എന്ന് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? സുധീഷേ, എന്താ ഈ കാണിക്കുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ നിങ്ങൾക്ക്? രാവിലെ മുതൽ ഞങ്ങൾ നെട്ടോട്ട് ഓടുകയാണ്. ഞങ്ങൾ ചങ്കെടുത്ത് പായുമ്പോഴത്തേന് ഏട്ടൻ ഇവിടെ വന്ന് മിണ്ടാതിരിക്കുകയാണോ? ചേട്ടാ എന്തിനാ ഇത് ആദ്യം ചെയ്തതെന്ന് പറ. ചേട്ടന് ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ വളർത്തിയതല്ലയോ? ആരോ എന്തോ പറഞ്ഞെന്ന് കരുതി ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവാൻ തോന്നിയല്ലോ ചേട്ടന്. എടാ ഉപേക്ഷിച്ചതൊന്നും അല്ല, പിന്നെന്താ കാണിച്ചത്? ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ സുഭാഷ് ചേട്ടൻ ഇവിടെ വന്നിരിക്കുമായിരുന്നോ? അങ്ങനെയൊന്നും പറയില്ല. നിങ്ങളുടെയൊക്കെ നന്മയും കരുതിയാണ്. ദേ ആ വാക്കിനി മിണ്ടി പോവല്ലോ. രാവിലെ നിങ്ങളെ ഞാൻ കണ്ടപ്പോഴേ ചോദിച്ചാന്നല്ലോ, ഒരു വാക്ക് പറയാമായിരുന്നല്ലോ. ബയ്യ പറയണ്ടെന്ന് പറഞ്ഞു എന്ന് കരുതി കണ്ണും പൂട്ടി അനുസരിക്കുകയാണോ വേണ്ടത്? ഇടോ താനൊക്കെ എന്ത് മനുഷ്യനാടോ? സുഭാഷ് ചേട്ടൻ എന്താ വെളിവില്ലാതായോ? സുഭാഷ് ചേട്ടൻ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സുധീഷിനെ കെട്ടിപ്പിടിക്കുന്ന സുഭാഷ് ചേട്ടൻ. സുഭാഷ് ചേട്ടാ മോനെ കരയല്ലേടാ. പിന്നെ കാണിക്കുന്ന വീടാണ്. നികേഷ് ദാ സുഭാഷ് ചേട്ടൻ. നികേഷ് കെട്ടിപ്പിടിക്കുന്നു. എന്തിനാ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ചെയ്ത്? എടാ കരയാതെ. എന്ത് പണിയാ സുഭാഷ് ചേട്ടാ കാണിച്ചത്? സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തോ ജോത്സ്യം പറയുന്നതാണ് സുഭാഷ് ചേട്ടന് വലുത്. എടാ ഹരീഷ വിട്. ഞങ്ങളൊക്കെ എന്തുമാത്രം പേടിച്ചൊന്നും അറിയാമോ സുഭാഷ് ചേട്ടന്? ഞങ്ങളെക്കുറിച്ച് അല്പം പോലും ആലോചിക്കാതെ ആരോ എന്തോ പറഞ്ഞെന്ന് കരുതി ഇറങ്ങിപ്പോവാന്നോ വേണ്ടത്? നിധി വിട്ടേരെ. വന്നല്ലോ അച്ഛ. ആ ജോത്സ്യം പറഞ്ഞപ്പോൾ അച്ഛൻ ചെള്ളയ്ക്ക് നോക്കി സുഭാഷ് ചേട്ടൻ്റെ ഒരു അടി അടിക്കുന്നു. എന്താടാ അവൻ്റെ ഒരു ജോത്സ്യൻ? എടാ ഞാൻ എൻ്റെ 2 ഭാര്യമാരെ നാട്ടുകാർ കൊന്നെന്നാ പറഞ്ഞ് നടക്കുന്നത്. എന്നാൽ കൊന്നില്ലെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ആ പേരും പറഞ്ഞ് എത്ര നാളെന്നെ കുറ്റപ്പെടുത്തി. ഇപ്പോഴും ആ പേരും പറഞ്ഞ് എന്നെ പരിഹസിക്കുകയും നാണം കെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പോകുമ്പോൾ അടക്കം പറഞ്ഞ് രസിക്കുന്നവരും ഉണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയോ? ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോയോ? എല്ലാം സഹിച്ച് ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നേ? നാട്ടുകാരെ വിട്ടേക്ക്. നിന്റെ അനിയന്മാരെന്നെ അച്ഛനെ പോലെയാണോ പെരുമാറുന്നത്? എന്തൊക്കെ പറയുമെന്ന് നിനക്കറിയാമല്ലോ. അയ്യോ എന്നെ നാട് മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തുന്നേ, എൻ്റെ മക്കൾ എന്നെ കുറ്റപ്പെടുത്തുന്നേ എന്ന് കരഞ്ഞുകൊണ്ട് ഓടിയോ ഞാൻ ഇവിടുന്ന്. എടാ പറയുന്നവർ പറയും നാട് മുഴുവൻ എതിരെ നിന്നാലും നമുക്കുറപ്പുണ്ടായാൽ മതിയടാ. തെറ്റ് നമ്മുടെ ഭാഗത്തില്ലെന്ന് നമുക്കുറപ്പുണ്ടായാൽ മതി. തെറ്റുകാരനല്ലെന്ന് മനസാക്ഷിയുടെ മുമ്പിൽ ഉറപ്പുവരുത്തിയാൽ മതി. വേറെ ഏതവൻ പറഞ്ഞാലും പുല്ലുപോലെ കാണാൻ കഴിയണം. ഏതോ ഒരു ജോത്സ്യം പറഞ്ഞെന്ന് കരുതി വീട് വിട്ടു പോകുന്നു. വീട് വിട്ടു പോകേണ്ട പ്രായമാണോടാ നിനക്ക്? തലയ്ക്ക് വെളിവില്ലാത്തവൻ. അച്ഛ എടാ പോടാകത്ത്. ഇനി എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട. വീട് വിട്ടു പോകേണ്ട പ്രായമെന്ന് കരുതി അച്ഛൻ പോകുന്നു. ആ അടി ചേട്ടന് വേണ്ടത് തന്നെയാ. ഞങ്ങളൊക്കെ അനിയന്മാരായി പോയി. ഞങ്ങൾ ഇന്ന് എവിടൊക്കെ അലഞ്ഞു എന്നറിയാമോ? സുഭാഷ് ചേട്ടൻ എവിടെ പോയിരിക്കുമായിരുന്നു? എവിടുന്നാ വന്നേ? സുധീഷ് ചിരിക്കുന്നു. എന്താ ചിരിക്കുന്നേ? എവിടെയാ?
ആഹാരവും വെള്ളവുമില്ലാതെ സുഭാഷേട്ടനെ തേടി നമ്മളാ ശരിക്കും അലഞ്ഞത്. സുഭാഷേട്ടൻ ആ സമയത്തെ വിശ്രമിക്കുമായിരുന്നു. എവിടെയാന്ന് അറിയണ്ടായോ? നമ്മുടെ അഭിനാഷ് ഭായിയുടെ വീട്ടിൽ. അവിടെയോ? ഞാൻ ചെല്ലുമ്പോഴേ അവൻ്റെ അനിയത്തി ചപ്പാത്തി ചുട്ടു കൊടുക്കുമായിരുന്നു. ആ കുട്ടി ഉണ്ടാക്കി തട്ടി വെച്ച് തന്നു. ഞാൻ കഴിച്ചില്ല. അത് മാറ്റി വെച്ചപ്പോഴാണ് നീ വന്നത്. പിന്നെന്തിനാ അങ്ങനെ പറയുന്നത്? അയ്യടാ, ഞാനപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് വന്നതാണ് കുറ്റം അല്ലേ? എടാ, അങ്ങനെയൊന്നും അല്ല. ഞാനൊരു അരമണിക്കൂർ വൈകിയിരുന്നെങ്കിൽ 4 ചപ്പാത്തി അകത്താക്കിയേനെ. എടാ, ആ കുട്ടി കഴിക്കാൻ തന്നപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. ഇവിടെ എന്തുണ്ടാക്കി കാണും, ആരുണ്ടാക്കി കാണും എന്ന് ഓർത്ത് എനിക്ക് കഴിക്കാൻ ഇറങ്ങിയില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, സുഭാഷേട്ടനെ തിരിച്ചു കൊണ്ടാക്കാം. ആ കുട്ടി ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചിട്ട് നാളെ രാവിലെ വന്നാൽ മതി. എടാ, നീ എന്നെ കളിയാക്കുവാണോ? ശരിക്കും അഭിനാഷേട്ടൻ്റെ വീട്ടിലായിരുന്നോ? എടാ ചെറുക്കാൻ, ഞാൻ പിന്നെ നുണ പറഞ്ഞാന്നോ? ഞാൻ അവിടെ രാവിലെ പോയതാണല്ലോ. അഭിനാഷേട്ടനെ കണ്ടപ്പോൾ സുഭാഷേട്ടനെ കണ്ടില്ലെന്നാണല്ലോ പറഞ്ഞേ. എടാ, ഇതൊക്കെ പ്ലാനാണ്. 2 കൂട്ടരും പ്ലാൻ ചെയ്ത് പോയതാണ്. അങ്ങനെയൊന്നും അല്ല. പിന്നെ അങ്ങനെയൊന്നും അല്ല. സുഭാഷേട്ടനെ അവിടെ പോയി നോക്കാൻ പറഞ്ഞതേ നമ്മുടെ കാരണവരാ. സുഭാഷേട്ടൻ ആ ചാന്ദിനിയുമായിട്ട് എവിടെയോ പോയെന്ന് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം ആലോചിച്ചു. രാവിലെ ഞാൻ അഭിനാഷിനെ കണ്ടപ്പോൾ ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേ അവൻ ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് വന്നത്. ചെന്നപ്പോൾ എന്തൊക്കെ കാഴ്ചയാണെന്നറിയാമോ? എടാ മതി, അധികം കളിയാക്കണ്ടായേ. പെട്ടെന്നുണ്ടായ സങ്കടത്തിൽ പോയെന്നുള്ളത് ശരിയാ. ഞാൻ എത്ര വിഷമിച്ചു എന്നറിയാമോ? ഞാൻ ഇതുവരെ ഇങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. സോറിയടാ മക്കളെ, മതി. എന്തായാലും തിരിച്ചു വന്നല്ലോ. ആരും ഇതുവരെ ഒന്നും കഴിച്ചില്ല. സങ്കടം മാറിയപ്പോൾ നല്ല വിശപ്പ്. ബാ കഴിക്കാം. ഞാൻ ചെയ്യാം. വേണ്ട സുഭാഷേട്ട, ഇന്നൊന്നും ചെയ്യണ്ട. ചെയ്തോടത്തോളം മതി. ഞങ്ങൾ ചെയ്തോളാം. ബാ നിധി. എല്ലാവരും കൂടെ ആഹാരം കഴിക്കാൻ ഇരിക്കുന്നതാ. സുഭാഷേട്ട ഇന്നാ നിങ്ങൾ കഴിക്കുന്നില്ലേ? സുഭാഷേട്ടൻ കഴിക്ക്. അച്ഛൻ ഇരിക്കുക, ഞാൻ വിളമ്പാ. എനിക്ക് വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. വീട് വിട്ട് ഓടിപ്പോകുന്ന ശുണ്ടൻ. നിധി മോളെ, സോറി മോളെ. നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ പോയാ പോട്ടെ എന്ന് വിചാരിച്ചോ? ഈ ഇരിക്കുന്ന ആളില്ലയോ അച്ഛൻ, എത്രമാത്രം അന്വേഷിച്ചു എന്നറിയാമോ? സുഭാഷേട്ടൻ ഇല്ലെങ്കിൽ ഈ വീടില്ലെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇന്നത്തോടെ പരിപാടി നിർത്തിയേക്കണം. ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏട്ടനോട് മിണ്ടുന്ന കാര്യം വേണ്ടാന്ന് വെക്കും. ജോത്സ്യം പറഞ്ഞത് സത്യമാകുമെന്നുള്ള പേടിയായിരുന്നു സുഭാഷേട്ടനല്ലേ? അയാൾ ഒരു ഉടായിപ്പാണെന്നും അയാൾ പറഞ്ഞത് കള്ളമാണെന്ന് നാളെ തന്നെ ഞാൻ തെളിയിച്ചു കാണിക്കാം. എന്താ പോരെ? എങ്ങനെ? അതൊക്കെ ഞാൻ കാണിച്ചു തരാം. സുഭാഷേട്ടൻ ഇതൊക്കെ വിശ്വസിക്കാൻ പോയോ? ഇതൊക്കെ നമുക്ക് പുതിയ കാര്യമാണോ? ഇത്രയും കാലം ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞേ? അപ്പം തോന്നാത്ത കാര്യം ഇപ്പം ജോത്സ്യം വന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ തോന്നിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോവാനും. എന്തൊരു കഷ്ടമായത്. അയാൾ എന്നെപ്പറ്റി പറഞ്ഞാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ. സുഭാഷേട്ടൻ ഇല്ലെങ്കിലാണ് ഞങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാവുന്നത്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്ക്. അതുപോട്ടെ, സുഭാഷേട്ടൻ കഴിക്കുക. അച്ഛാ സോറി. വാ കഴിക്ക്. നീ കഴിക്ക്, ഞാൻ കാണട്ടെ. ഇതാ കഴിയടാ. പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. സുഭാഷേട്ടൻ കിടന്നുറങ്ങുന്നു. ഹരീഷ് കാവലിരിക്കുന്നോണെന്ന്. ഹരീഷിന് ഉറക്കം വന്നപ്പോഴത്തേന് സുധീഷിനെ വിളിക്കുന്നു. നീ കിടന്നോ? പിന്നെ സുധീഷ് കാവലിരിക്കുന്നു. നിധി വന്ന് ചോദിക്കുന്നു, ഉറങ്ങിയോ? ആ എന്ന് കാണിക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.